മുറുക്കി ഉടുക്കാൻ വിഷുഗുരു ജനങ്ങളോട് പറയുന്നു. നോക്കി നിൽക്കുമ്പോൾ ഇന്ധനവില കുതിച്ചു കയറുന്നു. ഇന്നത് 3 രൂപയെങ്കിൽ വരും ദിവസങ്ങളിൽ 25-30 കൂടുമെന്ന് വിദഗ്ധർ പറയുന്നു. ഇന്ത്യ തകർന്നുകൊണ്ടേയിരിക്കുന്നു. എണ്ണ പ്രതിസന്ധിയും ഇന്ധനക്ഷാമവും വിലവർധനയും LPG പ്രശ്നങ്ങളും വിലക്കയറ്റവും എല്ലാം ജനങ്ങളെ കൂടുതൽ ദുരിതങ്ങളിലേക്ക് തള്ളിവിടാൻ പോവുകയാണ്. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം സൃഷ്ടിച്ച കടുത്ത ഊർജ ആഘാതവും എണ്ണവിലയിലെ കുതിച്ചുചാട്ടവും മൂലം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും ഭീതികരമായ തകർച്ചയിലേക്കും കടുത്ത സാമ്പത്തിക ബാധ്യതകളിലേക്കുമാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഊർജ ആവശ്യകതയുടെ 90% ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഇന്ത്യക്ക് ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധിയും അക്കൗണ്ട് കമ്മിയും കനത്ത പ്രഹരമായപ്പോൾ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ 95 മുതൽ 96 എന്ന എക്കാലത്തെയും താഴ്ന്ന നിരക്കിലേക്കാണ് കൂപ്പുകുത്തുകയുണ്ടായത്. ലോകത്തിലെ തന്നെ ഊർജ ഇറക്കുമതികളിൽ 3ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. മറ്റു രാജ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് എണ്ണയുടെയും വാതകത്തിന്റെയും 90% കാര്യങ്ങളും നടന്നു പോകുന്നത്. ഇത്തരം ഇറക്കുമതികൾക്കായി മാർച്ച് 31 വരെ ഏകദേശം $174 ബില്യൺ ഇന്ത്യ ചിലവഴിച്ചിട്ടുള്ളത്. ഊർജ വാങ്ങലുകളുടെ അളവിൽ വലിയ മാറ്റവും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. പക്ഷെ ചിലവുകൾ വർദ്ധിച്ചു. അത് ഇന്ത്യൻ കറൻസിയിൽ കടുത്ത സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. വിദേശ നിക്ഷേപകർ വൻതോതിൽ പണം പിൻവലിച്ച് ഇന്ത്യൻ വിപണി ഉപേക്ഷിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇത് ഇന്ത്യയുടെ സ്ഥിതി കൂടുതൽ പരുങ്ങലിലാക്കുകയാണ്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി ഏകദേശം $34 ബില്യൺ വിപണിയിൽ നിന്ന് ഒഴിഞ്ഞുപോയിട്ടുള്ളത്. ഒരു വർഷത്തെ കണക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 1.8 ലക്ഷം കോടി രൂപയാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് പിൻവലിച്ചിട്ടുള്ളത്. ഇന്ത്യ ലോകത്തിലെ തന്നെ ഊർജ ഇറക്കുമതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായിരുന്നു. ഇന്ത്യൻ രൂപയുടെ മൂല്യം ഡോളറിനെതിരെ ഏറ്റവും താഴ്ന്ന നിലയിൽ തകരുന്ന അവസ്ഥയിലുള്ളപ്പോൾ ഇന്ത്യയിൽ നിക്ഷേപിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അത് സ്വാഭാവികമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധ ചെലുത്താത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കേവലം യുദ്ധം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു പ്രതിസന്ധി അല്ല ഇന്ത്യയിലുള്ളത് എന്നതാണ്. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഓയിൽ ക്രൈസിസ് വരുന്നത് ഇപ്പോഴാണ്. എന്നാൽ അതിനു മുൻപ് ഏപ്രിലിൽ തന്നെ ഇൻഫ്ലമേഷൻ അതിന്റെ ഹയസ്റ്റ് റെക്കോർഡിലായിരുന്നു. ഏപ്രിൽ 3.5 വർഷത്തിനിൽ വെച്ച് ഏറ്റവും വലിയ ഹോൾസെയിൽ ഇൻഫ്ലമേഷൻ ആണ് ഉണ്ടായിട്ടുള്ളത്. ഏപ്രിൽ തന്നെ ഇത് ഏകദേശം 8.3%. അതിന്റെ അർത്ഥം ഇപ്പോൾ ഈ ഓയിൽ ക്രൈസിസ് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇന്ത്യയിൽ ഇൻഫ്ലമേഷൻ തുടങ്ങി കഴിഞ്ഞിരുന്നു എന്നതാണ്. ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യ വിട്ടുപോകാൻ തുടങ്ങിയിരിക്കുന്നു. ഈ തകർച്ച മുൻപേ തുടങ്ങിയതായിരുന്നു. കേന്ദ്ര സർക്കാർ ഇതൊക്കെ ഇപ്പോഴാണ് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നതെന്ന് മാത്രം. ഇതിലെ ഏറ്റവും മോശം ഡേയ്സ് ആണ് വരാനിരിക്കുന്നത്. അതിന് ഇറാൻ മാത്രമൊന്നുമല്ല കാരണം. നമ്മുടെ രാജ്യം അണ്ടർ ഡെലിവേർഡ് ആണ്. അതിന്റെ അർത്ഥം നമ്മുടെ നാട്ടിൽ പൊട്ടൻഷ്യൽ ഉണ്ട്, പക്ഷെ ആ പൊട്ടൻഷ്യൽ ഉപയോഗിക്കുന്നതിന് അല്ലെങ്കിൽ പെർഫോമൻസ് ചെയ്യുന്നതിന് നമ്മുടെ നാട്ടുകാർക്ക് സാധിക്കുന്നില്ല എന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ യുദ്ധകാലത്ത് ബാക്കിയുള്ള രാജ്യങ്ങളിലെല്ലാം സെൻസസ് മുകളിലായിരുന്നെങ്കിൽ ഇന്ത്യയുടേത് മാത്രം എപ്പോഴും ഡൗൺ തന്നെയായിരുന്നു. ഇന്ധനവില വർധനവും ചരക്ക് കൂലിയും അവശ്യ സാധനങ്ങളുടെ വിലയും കൂട്ടി രാജ്യത്തെ കടുത്ത പണപ്പെരുപ്പത്തിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മറുഭാഗത്ത് കഴിഞ്ഞ 10 വർഷമായി പുതിയ ഓയിൽ റിസർവ് ബാങ്കുകൾ കണ്ടെത്താൻ ആകാത്തതിന്റെ ദീർഘവീക്ഷണം ഇല്ലായ്മയും മേക്ക് ഇൻ ഇന്ത്യ നിർമ്മാണ തൊഴിൽ മേഖലകളിലെ പരാജയങ്ങളും AI യുഗത്തിലെ പിന്നോക്ക അവസ്ഥയും ഇന്ത്യൻ പ്രതിസന്ധി ഇരട്ടിയാക്കുന്ന കാര്യങ്ങളാണ്. GDP വളർച്ചാ നിരക്കിലും അന്താരാഷ്ട്ര സൂചികകളിലും ഇന്ത്യ വൻതോതിൽ പിന്നോട്ട് പോവുകയും പ്രതിശീർഷ വരുമാനത്തിന്റെ കാര്യത്തിൽ ബംഗ്ലാദേശിലും താഴെയാവുകയും അഴിമതി മാധ്യമ സ്വാതന്ത്ര്യ സൂചികളിൽ രാജ്യം നാണം കെടുകയും ചെയ്യുമ്പോൾ ഭരണകൂടം ഈ യാഥാർത്ഥ്യങ്ങൾ വർഗീയതയ്ക്ക് പിന്നിൽ മറച്ചുവെക്കാൻ ശ്രമിക്കുകയായിരുന്നു. കൺസ്യൂമറിസം മിഡിൽ ക്ലാസ്സിലും സാധാരണക്കാരിലും ഉണ്ടായാൽ മാത്രമേ ഒരു മണി ഫ്ലോ ഉണ്ടാവുകയുള്ളൂ. അവർ സാധനങ്ങൾ വാങ്ങുമ്പോഴാണ് അതിനുള്ള പ്രൊഡക്ഷൻ കൂടുകയും അങ്ങനെയാണ് രാജ്യത്ത് ഒരു സാമ്പത്തിക സ്റ്റെബിലിറ്റി ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു സൈക്കിൾ ഉണ്ടാവുമ്പോഴാണ് സാമ്പത്തിക സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നത്. അത്തരത്തിൽ സാധാരണക്കാരുടെ കൺസ്യൂമറിസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ ഇൻകം ടാക്സ് കുറച്ചു, GST റാഷണലൈസ്ഡ് ആക്കി, GST 2.0 കൊണ്ടുവന്നു. പക്ഷെ നല്ല ശമ്പളമോ ദൈനംദിന കാര്യങ്ങളോ നടന്നു പോകാൻ പോലും കഴിവില്ലാത്ത മിഡിൽ ക്ലാസും സാധാരണക്കാരും എങ്ങനെയാണ് സാധനങ്ങൾ വാങ്ങുക? അവർക്ക് എങ്ങനെ എക്കണോമിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുകയില്ല.
സാധനങ്ങൾ മേടിക്കാൻ ആൾക്കാരുടെ കയ്യിൽ പൈസ ഇല്ല. ഇതെല്ലാം വിപണിയിലെ ഉപഭോഗം പൂർണ്ണമായി നിലയ്ക്കുന്നതിന് കാരണമാകും. ജനങ്ങൾ ജീവിക്കാൻ വേണ്ടി ക്രെഡിറ്റ് കാർഡുകളെ ആശ്രയിച്ച് കടുത്ത കടക്കെണിയിലാവുകയും ചെയ്യും. ചുരുക്കത്തിൽ ഈ യുദ്ധപ്രതിസന്ധി കേവലം ഒരു തുടക്കമല്ല, മറിച്ച് ദീർഘനാളായി സർക്കാർ മൂടിവെക്കാൻ ശ്രമിച്ച ഇന്ത്യയുടെ ഘടനാപരമായ സാമ്പത്തിക പരാജയങ്ങളെയും വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തെയും പൂർണ്ണമായി തുറന്നു കാട്ടുന്ന ഒരു അവസ്ഥയാണ്. ഇത് ഇപ്പോൾ 3-ലും വൈകാതെ 25-ലും 30-ലും എല്ലാം എത്താൻ പോകുന്ന പെട്രോൾ വില വർധനയിലും LPG ഷോർട്ടിലും ഒതുങ്ങുന്നതല്ല. വലിയ സാമ്പത്തിക ദുരന്തം നമ്മളെ കാത്തിരിക്കുകയാണ്.